ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തകർപ്പൻ വിജയവുമായി മുന്നേറിയ BJP ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെ എന്നതിനെക്കുറിച്ച് വലിയ അഭ്യൂഹങ്ങളാണ്. BJP ആയതുകൊണ്ട് മാത്രം ഈ ഉയർന്നു വരുന്ന പേരുകളായിരിക്കുമോ അതോ അതിനപ്പുറമുള്ള പേരുകളായിരിക്കുമോ എന്ന് പറയാനും കഴിയില്ല. കാരണം അവസാന നിമിഷം വരെ അതിൻ്റെ രഹസ്യാത്മകത സൂക്ഷിക്കുന്ന ഒരു പാർട്ടി കൂടിയാണ് BJP. ഏതായാലും ഈ അവസാന റൗണ്ടിലേക്ക് എത്തി നിൽക്കുന്ന 3 പേരുകൾ എന്ന് ദേശീയ മാധ്യമങ്ങൾ പറയുന്നു. ഒന്ന് പർവേഷ് വർമ്മ തന്നെയാണ്. MBA ബിരുദധാരിയായ പർവേഷ് വർമ്മ 2013 മുതൽ നിയമസഭാ അംഗമായിരുന്നു. പിന്നീട് MB ആയി. സാഹിബ് സിംഗ് വർമ്മയുടെ, അതായത് മുൻ BJP മുഖ്യമന്ത്രി സാഹിബ് സിംഗ് വർമ്മയുടെ മകനാണ്. അവിടെ അദ്ദേഹമാണ് അരവിന്ദ് കെജ്രിവാളിനെ തകർത്ത് തരിപ്പണമാക്കിയത്. അതിന് പർവേഷ് വർമ്മ സാഹിബിന് തന്നെയാണ് മുൻതൂക്കം ഉള്ളത്. രണ്ടാമത് വിജേന്ദ്ര ഗുപ്ത, അദ്ദേഹം നിലവിൽ BJPയുടെ ദില്ലിയിലെ പ്രതിപക്ഷ നേതാവാണ്. 8 MLA-മാരാണ് BJPക്ക് ഉണ്ടായിരുന്നത് കഴിഞ്ഞ നിയമസഭയിൽ. അതിലെ പ്രതിപക്ഷ നേതാവാണ് ഈ വിജേന്ദ്ര ഗുപ്ത എന്ന് പറയുന്നത്. മറ്റൊന്ന് രമേശ് ബിദൂരി BJPയുടെ ഏറ്റവും സീനിയർ നേതാവാണ്, തീപ്പൊരി നേതാവാണ്. ആ നേതാവിനെ ആയിരുന്നു കൽക്കാജിയിൽ അതിഷിക്കെതിരെ മത്സരിക്കാൻ രംഗത്തിറക്കിയത്. പക്ഷേ നേരിയ വോട്ടിന് അദ്ദേഹം പരാജയപ്പെട്ടെങ്കിലും അദ്ദേഹത്തെയും പരിഗണിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. ഒപ്പം തന്നെ ഒരു വനിതയെ കൂടി പരിഗണിക്കുന്നു. ബെൻസൂരി സ്വരാജ്, സുഷമ സ്വരാജിൻ്റെ മകളാണ്. BJP ദില്ലി IT സെല്ലിൻ്റെ തലപ്പത്ത് പ്രവർത്തിച്ച പരിചയമുണ്ട്. ഇപ്പോൾ MB ആണ്. ഇതാണ് ഇപ്പോൾ നിലവിൽ ചില ദേശീയ മാധ്യമങ്ങൾ നൽകുന്ന വിവരം. ഏതായാലും ഇതിനപ്പുറത്തേക്ക് ഏറ്റവും കൂടുതൽ പേർ ജനങ്ങൾ തന്നെ ആവശ്യപ്പെടുന്നു ഈ പർവേഷ് വർമ്മ അധികാരത്തിൽ വരണമെന്നാണ്. അദ്ദേഹത്തോട് മാധ്യമങ്ങൾ ചോദിച്ചത് ഈ അരവിന്ദ് കെജ്രിവാൾ താമസിച്ചിരുന്ന ബംഗ്ലാവാണ് ഷീൽ മഹാൽ, അവിടെ താമസിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ, കാരണം അതിനെതിരെ BJP വലിയ പ്രതിഷേധം ഒക്കെ ഉയർത്തിയതാണ്, വലിയ ആരോപണങ്ങൾ കൊണ്ടുവന്നതാണ് ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ ആഡംബര വസതിയെക്കുറിച്ചൊക്കെ. അപ്പോൾ അവിടെ താമസിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ പർവേഷ് വർമ്മ പറഞ്ഞത് പാർട്ടിയാണ് തീരുമാനിക്കുന്നതെന്നാണ്. താനത് ആവശ്യപ്പെടുമോ എന്നോ താനതിൽ പോകുമോ എന്നോ അദ്ദേഹം പറഞ്ഞില്ലെങ്കിൽ പോലും പാർട്ടി ആണ് തീരുമാനിക്കുന്നത് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.